ഇന്ന് പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശമുണ്ട്. സിയോനെ ഉണരുക എന്ന വാക്കിൽ അത് ആരംഭിക്കും. എൻ്റെ ശരീരത്തിന്, പ്രത്യേകിച്ച് ശബ്ദത്തിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. എങ്കിലും സഭ മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഈ യാത്രയിൽ മുഴുവനും ഈ 3 സ്ഥലങ്ങളിൽ UK ഞങ്ങൾ പോയി. ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും, ആ 2 സ്ഥലങ്ങളിലും, തുടർന്ന് അയർലൻഡിലും, കൂട്ടത്തിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ കൂടിയിരുന്നു. പ്രാർത്ഥിച്ച ഓരോരുത്തരോട് കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കട്ടെ. വ്യക്തിപരമായി ഞങ്ങളുടെ നന്ദി, സഭയോടുള്ള നന്ദി. ഇവിടെ മാത്രമല്ല പ്രാർത്ഥിച്ചവർ, ഇതിൻ്റെ വെളിയിലുണ്ട്. ലോകവ്യാപകമായി പ്രാർത്ഥിച്ച ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കട്ടെ. ഇന്ന് ഈ സഭയോട് പറയുവാൻ, ഏതാണ്ട് പൊടി പറ്റിയ അവസ്ഥയിൽ നിന്ന് പൊടി കുടഞ്ഞ് തിരിഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സന്ദേശം ഈ സഭയ്ക്ക് തരുവാൻ കൃപയാൽ കർത്താവ് എനിക്കിടയാക്കി. ഇന്ന് അങ്ങനൊരു സന്ദേശത്തിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മുടെ സീസൺസ് മാറുന്നതോടെ പൊടി കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കുവാൻ. എനിക്കറിയാം മഴയുടെ കുറവുണ്ട്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ സംസ്കാരം ഏറെക്കുറെ തീരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ സഭയായി നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. അതിന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നുണ്ട്. വരാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനയെ ദൈവം പ്രത്യേക അനുഗ്രഹമാക്കി മാറ്റുവാൻ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട്. ഇതിനെല്ലാം കൂടെ ഉതകുന്നതായ ഒരു സന്ദേശമായിരിക്കാം ഇന്ന് ഈ 7-ാം തീയതി ഇവിടെ എടുത്തു പറയുവാൻ. സിയോനെ ഉണരുക, ഉണരുക എന്ന പദത്തിലേക്ക് നിന്റെ പൊടി കുടഞ്ഞു കളയുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക എന്നിങ്ങനെയുള്ള പദങ്ങൾ ഇന്ന് പകൽ ചർച്ചിനോട് എനിക്കുള്ള ശബ്ദത്തിൽ വിളിച്ചു പറയാൻ. ശബ്ദം വളരെ കുറവുണ്ട്, എന്നാൽ ഉള്ള ശബ്ദത്തിൽ വിളിച്ചു പറയുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. നമുക്ക് ദയവായി വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 52-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ പുസ്തകം 52-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദയവായി ശബ്ദമുയർത്തി വായിക്കാമോ? സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കളക. യെരൂശലേമേ, എഴുന്നേറ്റിരിക്ക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. ദൈവം വീണ്ടെടുക്കുന്ന, ദൈവജനത്തെ കുറിക്കുന്ന ആശയങ്ങളുടെ അകത്തേക്ക് കർത്താവ് ഏൽപ്പിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം പോകുവാൻ താല്പര്യപ്പെടുകയാണ്. ചിലപ്പോൾ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ, ദൈവം ഏൽപ്പിച്ച പ്രാർത്ഥനാ ശൈലിയിൽ, ദൈവം ഏൽപ്പിക്കുന്ന ആത്മീയ ആരാധനയുടെ ഗൗരവത്തിൽ നിൽക്കുവാൻ കഴിയാതെ നാം തന്നെ പൊടിപിടിച്ചു പോകുന്നൊരവസ്ഥ. ആത്മലോകത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു പാഷൻ, ആരാധനകൾക്ക് വരുന്നതും ദൈവത്തെ ആരാധിക്കുന്നതുമായ ഒരു പാഷൻ, നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടിയുള്ള താല്പര്യം ക്രമേണ കുറഞ്ഞു തുടങ്ങുമ്പോൾ കർത്താവ് തന്നെ തിരിച്ചോർമ്മിപ്പിക്കുകയാണ്: സിയോനെ, തിരിച്ചുവാ, നിന്റെ പൊടി കുടഞ്ഞു കളയുക. ബദ്ധയായിപ്പോയ, ബന്ധനത്തിലായിപ്പോയ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങൾ അറുത്ത് കളയുക. വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ദൈവം തൻ്റെ സഭയെ തിരിച്ച് ഉയർത്തേണ്ടതിന് പഴയ നിയമസഭയുമായി ബന്ധപ്പെടുത്തി, പഴയ നിയമ യെരൂശലേമുമായി, ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമസഭയെ ചിന്തിക്കുന്നത് ഒരു ദൈവവചനത്തിൻ്റെ പാറ്റേണാണ്. കാര്യം പഴയ നിയമസഭ പുതിയ നിയമസഭയുടെ നിഴല. പഴയ നിയമം നമുക്ക് ആവശ്യമില്ല, പഴയ നിയമസഭയെ വിട്ടുകളയാം, പഴയ നിയമത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, പുതിയ നിയമം മാത്രമാണ് നമ്മുടെ ചിന്ത എന്നിത്യാദി പറയുന്നവരുടെ നടുവിൽ എബ്രായ ലേഖനം 8:5 ദയവായി ആദ്യം വായിക്കാമോ? എബ്രായ ലേഖനം 8:5 കൂടാരം തീർപ്പ് വായിക്കാമോ? ഓക്കെ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. പഴയ നിയമത്തിന്റെ ദേവാലയം സ്വർഗീയമായ പുതിയ നിയമത്തിന്റെ ദേവാലയത്തിന്റെ, ഇനിയും വരുവാനുള്ള സഹസ്രാബ്ദ യുഗത്തിന്റെ ദേവാലയത്തിന്റെ, അതിനപ്പുറത്ത് നാം ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്ന സ്വർഗീയ ദേവാലയത്തിന്റെ നിഴലും ദൃഷ്ടാന്തവും ആയിരുന്നു. പുതിയ നിയമസഭയുടെ നിഴൽ കാണേണ്ടതിന്
പുതിയ യെരൂശലേമിൽ വരുവാനുള്ള, നിത്യതയിൽ വരുവാനുള്ള സ്വർഗത്തിൻ്റെ നിഴൽ കാണിക്കേണ്ടതിന്, ഇതിനിടയിൽ സംഭവിപ്പാനുള്ള സഹസ്രാബ്ദ യെരൂശലേമിൻ്റെ നിഴൽ കാണിക്കേണ്ടതിന് ദൈവം മോശയ്ക്ക് ഒരു കൂടാരം കാണിച്ചു കൊടുക്കുകയും അത് നിഴലും ദൃഷ്ടാന്തവുമായിരുന്നു എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 1 കൊരിന്ത്യർ 10-11 വാക്യം ഇതിനോട് ചേർത്ത് വായിച്ചാൽ ഇതേ ഭാഗം ഒന്നുകൂടെ സ്ഥാപിക്കുന്നത് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 10-11 വാക്യം ദയവായി വായിച്ചാട്ടെ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. വായിച്ചു. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പഴയ നിയമസഭയെ ഒന്നുകൂടെ എടുത്തു കാണിച്ചു വെച്ച് പറഞ്ഞു, ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക്, ലോകാവസാനത്തിങ്ങളോട് അടുത്തിരിക്കുന്ന നമുക്ക് ചിന്തിക്കേണ്ടതിന് ആവശ്യമായ ചിലത് തരേണ്ടതിന് പഴയ നിയമസഭയെ ഒരു മാതൃകയാക്കി എടുത്തുകൊണ്ട് വരികയാണ്. അവരിൽ ഇറങ്ങിത്തിരിച്ച ഒരുപാട് പേർ വീണുപോയി. ഞാൻ പറഞ്ഞു, ഏറെക്കുറെ സഭായോഗത്തിന് വല്ലപ്പോഴുമെങ്കിലും വന്ന് തൃപ്തിപ്പെടുക, ഒക്കുന്ന സഭായോഗങ്ങളിൽ, ആരാധനകളിൽ മാത്രം പങ്കെടുത്ത് തൃപ്തിപ്പെടുക എന്നിങ്ങനെ ജീവിത താല്പര്യങ്ങൾ കുറഞ്ഞുപോയ പൊടി പിടിച്ച സാഹചര്യത്തിൽ കഴുത്തിൽ ബന്ധനങ്ങളായി തുടങ്ങിയിരിക്കുന്ന സഭയോട് എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു മെസ്സേജാണ് ഇന്ന് പകൽ കർത്താവിനെ ഏൽപ്പിച്ചത്. ആഗോള വ്യാപകമായി മലയാളം കമ്മ്യൂണിറ്റിയിൽ നമ്മെ ശ്രദ്ധിക്കുന്നവരോട് അറിയിക്കുവാൻ ദൈവം ഏൽപ്പിച്ച ഒരു മെസ്സേജാണ്. അതുകൊണ്ട് അപ്രകാരം ഒരു മെസ്സേജിന് വേണ്ടി തയ്യാറാകുവാൻ ഇന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ വീണുപോയ സഭയെ ഉണർത്തിയെടുത്തതുപോലെ നമ്മളെയും കർത്താവ് ഉണർത്തിയെടുത്തുകയാണ്. പഴയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ദൈവം ഏൽപ്പിച്ച ആലോചനകളുടെ ഒരു ഭാഗം ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. എനിക്ക് മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഒത്തവണ്ണം മുന്നോട്ട് പോകും. എനിക്ക് ഏത് സെക്കൻഡിൽ വയ്യാതാകുമോ അന്നേരം ഞാൻ പറയും, വേറെ ആരെങ്കിലും കണ്ടിന്യൂ ചെയ്യും, ഞാൻ ഇന്നിവിടെ ഇരിക്കും. അതായിരിക്കും എൻ്റെ ഇന്നത്തെ ആരോഗ്യത്തിൻ്റെ നിലപാട്. പഴയ നിയമത്തിൽ കഴുകന്മാരെ ചിറകിൻ്റെ മേൽ കൊണ്ടു നടന്നതുപോലെ, കഴുകൻ തൻ്റെ മക്കളെ ചിറകിൻ്റെ മേൽ കൊണ്ടു നടക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജനത്തെ കൊണ്ടു നടന്നു എന്ന് കർത്താവ് പറയുന്നത് കാണാം. പുറപ്പാട് പുസ്തകം 19-4 വാക്യം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം ദയവായി വായിക്കാമോ? പുറപ്പാട് പുസ്തകം 19 1 മുതൽ 4 വരെയുള്ള വാക്യം. അതിൻ്റെ 4 വാക്യമാണ്, നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ദയവായി വായിക്കാം 1 മുതൽ 4 വരെയുള്ള വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിലെത്തി. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സീനായ് മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ചു കൽപ്പിച്ചത് നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്തെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ വരികയാണ്. ഞാൻ നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൻ്റെ മേൽ വഹിച്ചു നടത്തിയെന്ന് പഴയ നിയമത്തിലെ സഭയോട് യഹോവയായ ദൈവം മോശ മുഖാന്തരം കൽപ്പിക്കേണ്ടതിന് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങി. മോശയോട് ദൈവം പറഞ്ഞു, നീ പർവ്വതത്തിൽ കയറി വാ, ജനത്തിനുള്ള ആലോചന നിന്നെ ഏൽപ്പിക്കുവാനുണ്ട്. മോശ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ യഹോവയായ ദൈവം പർവ്വതത്തിൻ്റെ മുകളിൽ എവിടെയോ നിന്നുകൊണ്ട് മോശയെ വിളിച്ചു പറഞ്ഞ പദങ്ങളാണ്, എൻ്റെ ജനമേ, നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് നിങ്ങൾ കണ്ടതാണ്. ഉരുക്ക് ചൂള എന്നറിയപ്പെടുന്ന മിസ്രയീമിൽ നിന്ന്, ഫറവോന്റെ എല്ലാവിധ കഷ്ടപ്പാടുകളുടെ നടുവിൽ നിന്ന്, അവിടുത്തെ മന്ത്രവാദികളുടെ നടുവിൽ നിന്ന്, അവിടുത്തെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തെടുത്തതും മിസ്രയീമിലെ ഫറവോനെ ചെങ്കടലിൽ തള്ളിയിട്ടതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൻ്റെ മേൽ വഹിച്ചതും നിങ്ങൾ കണ്ടതാണ്. അത് നിങ്ങൾ അറിഞ്ഞതാണ്. എനിക്ക് നിങ്ങളെ ചിലതെല്ലാം ഓർമ്മിപ്പിക്കുവാനുണ്ട്. കഴുകൻ തൻ്റെ ചിറകനക്കി കുഞ്ഞുങ്ങളുടെ മീതെ പറക്കുന്നു എന്ന ആശയം തിരുവചനത്തിലുണ്ട്, അത് ലോകത്തിലുമുണ്ട്. 2-3 രീതികളിൽ ഇതിനെ ആളുകൾ വർണ്ണിക്കുന്നുണ്ട്. ഒന്ന്, കഴുകൻ മുൾച്ചെടികളുടെ ഇലകൾ, കമ്പുകൾ കൊണ്ടുവന്ന് ആ മുള്ളുള്ള ചെടികൾ കൊണ്ട് ഒരു കൂടുണ്ടാക്കുകയും ആ കൂട്ടിൽ തൻ്റെ കുഞ്ഞുങ്ങൾ സുഖമായി വസിക്കേണ്ടതിനും മുട്ട പൊട്ടാതെ അവിടെ ഇരിക്കേണ്ടതിനുമായി പഞ്ഞി മുതലായ പലതും പക്ഷികളുടെ തൂവലും കൊണ്ടുവന്ന് ആ മുള്ളെല്ലാം കവർ ചെയ്ത് വെക്കുകയും
അതിനകത്ത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം, കഴുകൻ കുഞ്ഞുങ്ങൾ പറക്ക പറ്റേണ്ട പരുവമാകുമ്പോൾ. ഒന്നാമത്തെ ആശയം ഇതാണ്: കഴുകൻ കൂടെല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞേച്ച് ആ കഴുകൻ കുഞ്ഞുങ്ങൾ ചിറകടിച്ച് താഴോട്ട് വരുമ്പോൾ, അതിനെ നിവൃത്തിയില്ലാതെ താഴോട്ട് വരുമ്പോൾ തൻ്റെ ചിറകിൽ ഇതിനെ വഹിച്ച് ഉയർത്തി പറക്ക പഠിപ്പിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ആശയം, കഴുകൻ്റെ കുഞ്ഞുങ്ങൾ പറക്ക പറ്റേണ്ട പരുവമാകുമ്പോൾ അത് പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കുന്ന കാരണത്താൽ കഴുകൻ്റെ ശക്തിയുള്ള ചിറകടിച്ച് അത് കാറ്റുണ്ടാക്കി ആ കഴുകൻ കൂടിനകത്തുള്ള തൂവലുകളും പഞ്ഞിയും മൃദുല വസ്തുക്കളും പറപ്പിച്ച് കളഞ്ഞേച്ച് ആ മുള്ളിനിടയിൽ കുഞ്ഞുങ്ങളെ ഇരുത്തും. കുഞ്ഞുങ്ങളുടെ ശരീരത്ത് മുള്ളു കൊണ്ടു തുടങ്ങുമ്പോൾ, ഞാൻ പറഞ്ഞ രണ്ടാശയങ്ങളാണ്. ഒന്ന്, ആ മുള്ളുള്ള കൂടും മുഴുവൻ കൊത്തിപ്പൊളിച്ച് കളയും. രണ്ടാമത്തേത്, കൂട് അനക്കി തൻ്റെ ചിറകിൻ്റെ കാറ്റുകൊണ്ട് അതിൻ്റെ തൂവലുകൾ പറപ്പിച്ച് കളഞ്ഞേച്ച് ആ മുള്ളുള്ള സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ ഇരുത്തുമ്പോൾ പറന്നു പോകണമെന്ന് കുഞ്ഞുങ്ങൾക്ക് സ്വയം തോന്നുകയും ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കഴുകൻ പറന്നുയരുകയും കഴുകൻ കുഞ്ഞുങ്ങൾ പറക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ മുള്ളെനിക്ക് വയ്യ എന്ന് പറയുന്ന കഴുകൻ കുഞ്ഞിനെ തൻ്റെ ചിറകിൻ്റെ മേൽ വഹിച്ചുകൊണ്ട് തള്ളക്കഴുകൻ വെളിയിൽ വന്ന് അതിൻ്റെ കീഴിൽ നിന്ന് മാറുകയും അങ്ങനെ ഇതിനെ പറക്ക പഠിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ മക്കളെ സൈക്കിൾ പഠിപ്പിക്കാൻ സമയമെടുത്തത് ഓർമ്മയുണ്ട്. എൻ്റെ കൊച്ചുമക്കളെ സൈക്കിൾ പഠിപ്പിക്കാൻ സമയമെടുത്തത് ഓർമ്മയുണ്ട്. കുഞ്ഞുങ്ങളെ പിച്ച നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നലെ സീനിയർ സിറ്റിസൺസിൻ്റെ ക്യാമ്പിന് പോയപ്പോൾ ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. എവിടെയോ ഒരു എയർപോർട്ട്, ഞങ്ങൾ 5-6 എയർപോർട്ടുകൾ കവർ ചെയ്താണ് പോയത്. ഏതോ ഒരു എയർപോർട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിന് അമ്മ മുട്ടായി കൊടുത്തു. കൊച്ചു കുഞ്ഞ് നിന്നുകൊണ്ടാണ് മുട്ടായി തിന്നത്. ആ മുട്ടായി പൊളിച്ചതിൻ്റെ കവർ താഴോട്ട് ഇട്ടുടനെ ആ കളറുള്ള പേപ്പർ അങ്ങ് പറന്നുപോയി. ആ കുഞ്ഞുടനെ മുട്ടയിലിരുന്ന് ആ കവർ എടുക്കാൻ മുട്ടയിൽ ഓടുന്നത് കണ്ടു. അമ്മ ഓടി വന്ന കുഞ്ഞിനെ പിടിച്ച് അതിനെ നിർത്തി. കുഞ്ഞിന് മുട്ടയിൽ നിർത്താൻ മുട്ടയിൽ ഓടുന്നതാണ് ഇഷ്ടം. പക്ഷെ നിർത്തിയാലും നടക്കാൻ പരുവമായി ആ പരുവമുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് ഓടിപ്പോയി ആ മുട്ടായി കവർ എടുക്കുന്നതും അമ്മ അത് വാങ്ങിച്ച് വേസ്റ്റിനകത്ത് കളയുന്നതും കണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പിച്ച നടക്കാൻ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മ വന്നു. ഈ സാഹചര്യത്തിലാണ് കഴുകനെ പറക്ക പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചത്. ഒരു പക്ഷെങ്കിൽ അതിൻ്റെ കൂടിനകത്തെ മൃദുലതയുള്ള ആ ഭാഗങ്ങൾ പറപ്പിച്ച് കളയുന്നത് കൊണ്ട് കൂട് അനക്കി എന്ന പദത്തിന് അവിടെ പ്രസക്തി ലഭിക്കും. മുള്ളിനകത്തിരിക്കുന്ന കുഞ്ഞിന് അവിടെ ഇരിക്കാൻ വയ്യാതെ അമ്മയോട് നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പറക്ക പഠിപ്പിക്കുന്ന ഒരു രംഗമായി അത് ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് കഴുകൻ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്ന ഒരുപാട് പേര് പറയുന്നു. രണ്ടായാലും നടക്കുന്ന ഒരു രംഗം, ആകാശത്തിൻ്റെ വിഹായുസിൽ ആകാശത്തിനകത്ത് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അതിന് കുഞ്ഞിൻ്റെ കീഴിൽ നിന്ന് തള്ളം മാറിക്കളയുമ്പോൾ കുഞ്ഞ് തറയിലേക്ക് വീഴുവാൻ ചിറകടിച്ച് താഴോട്ട് വരും. അതിൻ്റെ നിലവിളി അമ്മ കേൾക്കും. കൂടിനകത്തിരുന്ന ഇടത്ത് കൂടിനകത്തെ ഇരിപ്പ് ശരിയാകുന്നില്ല, അതുകൊണ്ട് നേരെയാക്കണമെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞു തുടങ്ങിയതാണ്. ഇല്ലെങ്കിൽ കൂട് പൊളിച്ചു കളഞ്ഞപ്പോൾ താഴെ വീഴുമെന്നുള്ള ഭയം കൊണ്ട് താഴെ വീഴാൻ തുടങ്ങിയ കുഞ്ഞിനെ അമ്മ ചിറകിൻ്റെ മേൽ കയറ്റിയത്. രണ്ടായാലും അതിനെ ചിറകിൽ കയറ്റി മുകളിലേക്ക് ഉയർത്തി. പലപ്പോഴും ആത്മലോകത്തിൽ വീണ് തകരും എന്ന തോന്നൽ എനിക്കുണ്ടാകാറുണ്ട്. അനാവശ്യമായ ഒരു ഭയം എനിക്കുണ്ടാകാറുണ്ട്. ഒരു സ്പിരിച്വൽ ഡ്രൈനസ്, അങ്ങനെയാണ് ആത്മലോകം അതിനെ വിളിക്കാറുള്ളത്. ഒരു സ്പിരിച്വൽ ഡ്രൈനസ് എനിക്കുണ്ടായി. എനിക്ക് നിൽപ്പാൻ കഴിയുകയില്ല, വീഴുമെന്ന് കണ്ട് നിരാശപ്പെട്ട് താഴോട്ട് വരുന്നൊരു രംഗമുണ്ട്. ഞാൻ വീഴുന്നതിനേക്കാൾ വേഗത്തിൽ തള്ള അതിൻ്റെ കീഴിലേക്ക് പറന്നിറങ്ങി വീണ്ടും താണു പറന്നിട്ട് അതിനെ ചിറകിൻ്റെ മേൽ വഹിച്ചുയർത്തുന്ന ഒരു രംഗം തിരുവചനം ചിത്രീകരിക്കുന്നു. കഴുകൻ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്ന കൂട്ടത്തിലുണ്ട്. ഒരു കാര്യം പരിശുദ്ധാത്മാവ് വേറൊരു ദൈവദാസൻ്റെ വാക്കിലൂടെ എന്നെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചു. നിങ്ങൾ വീഴുന്നതിനേക്കാൾ വേഗമായിരിക്കും തള്ളപ്പക്ഷി പറന്ന് താഴുന്നത്. ഞാൻ വീഴുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും എൻ്റെ തള്ളയാകുന്ന കർത്താവ് പറന്ന് താഴുന്നത്. പറന്ന് താണ് ചിറകിൻ്റെ മുകളിൽ എന്നെ കൊണ്ടുവന്ന് എന്നെ തൃപ്തിപ്പെടുത്താൻ ദൈവത്തിന് വലുതൊന്നും വേണ്ട. ഒരൊറ്റ വാചകം ഒരു പ്രവാചകൻ്റെ വായിൽ നിന്ന് കിട്ടിയാൽ മതി. ഒരൊറ്റ ലൈന് ഒരു പാട്ടിനകത്തുനിന്ന് കിട്ടിയാൽ മതി. ഒരൊറ്റ വാക്ക് ഒരു പ്രസംഗകൻ്റെ വായിൽ നിന്ന് വീണ് കിട്ടിയാൽ മതി. ഞാൻ പിന്നെയും ധൈര്യപ്പെടും, ഞാൻ ശക്തി പ്രാപിക്കും. സിസ്റ്റർ മേരി കോവൂര് ഒരിക്കൽ ഇവിടെ ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. നദികൾ ചേർന്ന് നടത്തിയ ഒരു കോൺഫറൻസിൽ
ഒരു നദി പറഞ്ഞ് എനിക്കാണ് ഏറ്റവും ആഴക്കൂടുതൽ, അതുകൊണ്ട് ഞാനാണ് വലുത്. അങ്ങനെ ആഴമുള്ള നദികൾ ഒരുമിച്ച് മാറി. വേറൊരു നദി പറഞ്ഞ് എനിക്കാണ് നീളക്കൂടുതൽ, എനിക്ക് അതിനകത്ത് പോയാൽ മതി, നീളമുള്ള നദികൾ വേറെ മാറി. ഇങ്ങനെ എല്ലാം വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ ചില നദികൾ ആകെ വിഷമിച്ചു. അതിന് നീളവും കൂടുതലില്ല, ഉയരവും കൂടുതലില്ല, ആഴവും കൂടുതലില്ല, വെള്ളവും കൂടുതലില്ല. എന്നാ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ, ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ നദിയോട് ചോദിച്ചു, നിനക്കെന്തോ പ്രത്യേകത പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ നദി പറഞ്ഞതായി ഒരു പ്രത്യേകത. സിസ്റ്റർ മേരി ഗോവൂർ പറഞ്ഞ നദിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് പറഞ്ഞാൽ കൂടെ അങ്ങ് ഡ്രൈ ആകും, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കരിഞ്ഞ് വരണ്ട പോലെ ആകും. പക്ഷെങ്കിൽ കിഴക്കേ മലയിൽ ഒറ്റ മഴ പെയ്താൽ അന്ന് ഞാൻ കവിഞ്ഞൊഴുകും. കിഴക്കേ മലയിൽ ഒറ്റ മഴ പെയ്താൽ അന്ന് ഞാൻ കവിഞ്ഞൊഴുകും. അതാണ് എൻ്റെ പ്രത്യേകത. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ പ്രത്യേകത അതാണ്. ദൈവത്തിങ്കിൽ നിന്ന് ഒരു വാക്ക് കേട്ടാൽ, ഒരൊറ്റ വാക്ക് എന്നെ ഉത്തേജിപ്പിക്കുന്നത് കണ്ടാൽ ഞാൻ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേൽക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് അങ്ങനെ ചിലത് പൊടി കുടഞ്ഞു കളയുവാൻ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അറുത്തു, ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. നീ ആ സ്പിരിച്വൽ ഡ്രൈനെസ്സിനകത്ത്, ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ താഴേക്ക് വരുന്ന വരവിന് നിന്റെ കീഴിലേക്ക് പറന്ന് ഞാൻ താഴാൻ പോകുകയാണ്. നിന്റെ വീഴ്ചയേക്കാൾ എൻ്റെ ഡൈവിങ്ങിനാ വേഗം കൂടുതൽ. ഞാൻ നിന്നെ പൊക്കി തിരികെ ഉയർത്താൻ പോകുകയാ. ഇന്നത്തെ എൻ്റെ സ്പിരിച്വൽ ഡ്രൈനെസ്സിൽ എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ ഇട്ട് പറപ്പിക്കുന്നത്? ഈ കഴുകൻ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം അതിനെ തള്ളക്കീഴിൽ ഇരിക്കാനല്ല ദൈവം കൊണ്ടുവന്നത്, അതിനെ പറക്കാനാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ തള്ളയുടെ കീഴിൽ ഇരുന്നത് അതിന് ദൈവം കൊടുത്തിരുന്ന ഒരു പ്രൊവിഷനാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസും പ്രൊവിഷനും രണ്ടും രണ്ടാ. ദൈവത്തിൻ്റെ പർപ്പസ് ഞാൻ ഈ കഴുകൻ്റെ കീഴിൽ, അമ്മയുടെ കീഴിൽ ഇരിക്കുന്നതല്ല, പകരം ഞാൻ തന്നെ പറക്കുന്നതാ. പക്ഷെ ഞാൻ പറക്കേണ്ടതിന് ആവശ്യമുള്ള ശക്തി പ്രാപിക്കുന്നത് വരെ ഒരു കുറച്ച് നാളത്തേക്ക് എനിക്കൊരു പ്രൊവിഷൻ തന്നു. എൻ്റെ മസിലുകൾ ഒന്ന് ശക്തിപ്പെട്ട്, എൻ്റെ ചിറകുകളൊന്ന് ബലപ്പെട്ട്, എൻ്റെ തൂവലുകളൊന്ന് ഉറച്ച് ഞാനൊന്ന് നേരെയാകാൻ പഠിക്കുന്നത് വരെ എനിക്ക് ലഭിച്ച ഒരു പ്രൊവിഷൻ മാത്രമായിരുന്നു അമ്മയുടെ കീഴിലെ ഇരിപ്പ്. എന്നാൽ വിഹായസിൽ പറക്കുവാൻ എന്നെ ദൈവം സൃഷ്ടിച്ചതിനാൽ, നമ്മെ നിർമ്മിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. സൽപ്രവൃത്തികൾക്കായി നിർമ്മിക്കപ്പെട്ട ഒരു ജനമാണ് നമ്മൾ. ക്രിസ്തുവേശുവിൽ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ട ഒരു ജനതയാണ് ഞാനും നിങ്ങളും. അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ ദൈവം ഇന്ന് നമ്മെ സഹായിക്കട്ടെ. അതുവരെയുള്ള ഒരു പ്രൊവിഷൻ മാത്രമായിരുന്നു അമ്മയുടെ കീഴിലെ ഇരിപ്പ്. എന്നെക്കുറിച്ചുള്ള ദൈവിക ഗോൾ, ദൈവിക ഉദ്ദേശം ഞാൻ പറക്കുക എന്നതാണ്. പ്രൊവിഷൻ തൽക്കാലത്തേക്ക് കൊടുക്കുകയും തള്ളയുടെ ചൂട് അനുഭവിക്കുകയും ചെയ്ത ശേഷം ഒരു സ്പിരിച്വൽ ഡ്രൈനസ് ഉണ്ടായാൽ, ആ സ്പിരിച്വൽ ഡ്രൈനസ് എന്നെ ഒന്ന് പൊക്കിയെടുക്കുവാൻ ദൈവം ഒന്ന് കാരണമാക്കട്ടെ. ഞാൻ ചിറകടിക്കുന്ന സാഹചര്യങ്ങളാണ് നിരാശ. ദൈവം നമുക്കൊരു ദൂത് തരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വാക്യം തരും. ഞാൻ എടുത്തു പറഞ്ഞു, ഇതൊക്കെയാണ് ദൈവം എന്നെ ഉയർത്തുന്ന മാർഗങ്ങൾ. ചില സമയത്ത് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നമാകാം. ചിലരുടെ സ്വപ്നങ്ങൾ നിരാശയിലേക്ക് കൊണ്ടുപോകും. ചില സ്വപ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ തന്നെ നിരാശപ്പെട്ടു മാറും. ചിലർക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം നിരാശപ്പെട്ടിരിക്കുമ്പോൾ വേറെ ചിലരുടെ സ്വപ്നങ്ങൾ ശക്തീകരിക്കാൻ തുടങ്ങും. മനുഷ്യപുത്ര, നീ എന്ത് കാണുന്നു? ഞാൻ കാണുന്നത് ഒരു ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ. നീ കണ്ടത് ശരിയാണ്. എൻ്റെ വാക്ക് നിവർത്തിപ്പാൻ ഞാൻ ജാഗരിച്ചു കൊള്ളും. ജാഗര വൃക്ഷത്തിൻ്റെ ബദാമിൻ്റെ കമ്പാണ് ഞാൻ കണ്ടത്. നീ കണ്ട കാഴ്ച എന്താണ്? തളിർക്കുന്ന ഒരു അത്തിയാണ് ഞാൻ കണ്ടത്. നീ കണ്ടത് ശരിയാണ്. ഞാൻ നിന്നെ തളിർപ്പിക്കാൻ പോകുകയാ. പ്രവാചക, നീ കണ്ടത് എന്താണ്? അസ്ഥിക്കൂമ്പാരങ്ങൾ കുലുങ്ങുന്നതാണ്. നീ കണ്ടത് ശരിയാണ്. നിന്റെ അസ്ഥികൾ തളർന്നു പോയാലും ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽക്കാലം ലഭിക്കുന്ന ദൂതുകൾക്കായി സ്തോത്രം. നമ്മെ എഴുന്നേൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്ന മറുവശമുണ്ട്. എബ്രായ ലേഖനം ഹബക്കുക്കിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? ഹബക്കുക്കിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. ഇവിടെ ദർശനം തെളിവായി എഴുതുക. അതിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ, മൂലഭാഷയിൽ എഴുതപ്പെട്ട കൃതികൾ ഒരുമിച്ച് ചേർത്താൽ
ലഭിക്കുന്ന ഒരു അർത്ഥവ്യാഖ്യാനം ഞാൻ ഒരു പ്രാവശ്യം ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ 1-2 പ്രാവശ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ദർശനം എഴുതുന്നത് സാധാരണക്കാരന് വേണ്ടിയല്ല, ഇത് എഴുതുന്നത് ഓട്ടക്കാരന് വേണ്ടിയാ. രാജാവിൻ്റെ കൊട്ടാരത്തിൽ കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോകുന്ന ഓട്ടക്കാർ കാണേണ്ടതിന് വേണ്ടിയാണ് ഈ ദർശനം എഴുതേണ്ടത്. ഈ ദർശനം ചായം തേച്ച് വരച്ച് ഓട്ടക്കാരൻ കണ്ടാൽ ഉടൻ ഓടുമാറ് അവൻ്റെ മുമ്പിൽ വ്യക്തത കൊടുക്കേണ്ടതാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ മുമ്പിൽ ഈ ദൂതെടുത്തിടുകയാണ്. ബദ്ധയായ സിയോൻ പുത്രി, നീ സ്പിരിച്വൽ ഡ്രൈനസിലാ. നിന്നെക്കുറിച്ചുള്ള ദൈവിക ഗോള് നിന്റെ ചിറകിൻ്റെ മേൽ ചിറകടിച്ച് ഉയരുകയാ. നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിന്റെ ചിറകിൻ്റെ മേൽ പറക്കയാണ്. ആ കാലത്തെത്തുന്നത് വരെ, ചിറകുകൾക്ക് ബലം ലഭിക്കുന്നത് വരെ ട്രെയിനിങ് തരേണ്ടതിന്, അതുവരെ അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ ഇരുന്നത് സത്യമാണ്. എന്നാൽ ഒരു ദിവസം ദൈവം ഇടപെട്ടു, എഴുന്നേറ്റ് ഓട്. ഒരു ഓട്ടക്കാരനോടാണ് പറയുന്നത്, ഓട്ടാളനോടാണ് പറയുന്നതെന്ന് അത് എഴുതി കാണിച്ചാൽ മതി. പക്ഷെ കഴുകൻ കുഞ്ഞിൻ്റെ പ്രത്യേകത, അതിന് എഴുത്തും വായനയും അറിയത്തില്ല. അതിനെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ മുള്ളുള്ള കൂട് പൊളിഞ്ഞേ മതിയാകെയുള്ളൂ. അതുകൊണ്ട് കൂടൊന്ന് അനയ്ക്കതാ. എന്നോടാണെങ്കിൽ ഒരു ദൂത് പറഞ്ഞാൽ മതി, എനിക്ക് ആ ദൂത് മനസ്സിലാകും. ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട എനിക്ക് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ഒരു ദൂത് മതി. ഞാൻ എഴുന്നേറ്റ് ഓട്ടം തുടങ്ങും, ഞാൻ എഴുന്നേറ്റ് പറക്കാൻ തുടങ്ങും. പക്ഷേ ഒരു കോഴിക്കുഞ്ഞിൻ്റെ അടുക്കൽ എത്ര പ്രവചനം പറഞ്ഞാലും ഈ പുള്ളി പറക്കത്തില്ല. ഒരു താറാവും കുഞ്ഞിൻ്റെ അടുക്കൽ എന്നാ പ്രവചനം പറഞ്ഞാലും ഇത് പറക്കത്തില്ല. കാര്യം പ്രവചനങ്ങൾ കേട്ടാൽ ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തെങ്കിൽ നിന്ന് അതിനു വേണ്ടി ഒരു വിളി വേണം. ഇന്ന് പകല വിളിയുള്ള ബേഥേലിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ബേഥേലിൽ ഒരു ദൂത് മുഴങ്ങിയാൽ ആ ദൂതിനോട് ചേർന്ന് നിൽക്കുവാൻ നാം തയ്യാറാകും. ആ ദൂതിനോട് ചേർന്ന് പറക്കുവാൻ നാം തയ്യാറാകും. പക്ഷെ ഒരു കോഴിക്കുഞ്ഞാണ് ഈ ദൂത് കേട്ടതെങ്കിലോ അതൊരിക്കലും പറക്കാൻ ശ്രമിക്കത്തില്ല. ശ്രമിച്ചാലും അതിനെ കൊണ്ട് കാര്യം നടക്കത്തുമില്ല. പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന തീരെ കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നത് 10 വയസ്സും 11 വയസ്സും 12 വയസ്സും പ്രായമുള്ള നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ദൈവകൃപയിലേക്ക് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഒരു ഉദാഹരണം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് കയറി വരുന്നു. വീണ്ടും ഒരു ഗ്രൂപ്പ് വളരുന്നത് കൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ആ ദൂത് ഇങ്ങനെയായിരുന്നു. ഒരു കുസൃതി ചെറുക്കൻ ഒരിക്കൽ അവൻ്റെ വീടിനകത്ത് കോഴി പൊരുന്നയിരിക്കുന്നത് കണ്ടു. അതിൻ്റെ കീഴിൽ മുട്ടയും ഇരിപ്പുണ്ട്. അവൻ കാട്ടിൽ ചെന്നപ്പോൾ അവിടെ കുറേ മുട്ടകളുടെ മേൽ ഏതോ പക്ഷികൾ പൊരുന്ന ഇരുന്നേച്ച് ആ പക്ഷികൾ തൽക്കാലം തീറ്റിയെടുക്കാൻ പുറത്തോട്ട് പോയ പരുവത്തിന് മുട്ട കാലിയിരിക്കുന്നത് കണ്ട് അതേലൊരു 4 മുട്ട പെറുക്കി കൊണ്ട് വീട്ടിലെ കോഴിയുടെ കീഴേ വെച്ചു. കൃത്യം പോലെ പെറുക്കിക്കൊണ്ട് വന്ന മുട്ട പരുന്തിൻ്റെ മുട്ടയായിരുന്നു. പരുന്ത് മുട്ട ഇരുന്ന കൂട്ടിൽ നിന്ന് പരുന്ത് പറന്നുപോയ പരുവത്തിന് ചെറുക്കൻ ഈ മുട്ട എടുത്തുകൊണ്ട് വന്ന് കോഴിയുടെ കീഴേ വെച്ചു. കോഴിമുട്ട വിരിഞ്ഞ പരുവത്തിന് പരുന്തിൻ്റെ മുട്ടയും ഇറങ്ങി. കാര്യം അത്രയും ദിവസങ്ങളെ ബാക്കിയുള്ളായിരുന്നു. കോഴിമുട്ട വിരിഞ്ഞു, പരുന്ത് മുട്ടയും വിരിഞ്ഞു. കോഴി കുഞ്ഞുങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, മേളിൽ കൂടെ പരുന്ത് വരും, അന്നേരം ഞാൻ ക്രോന്നൊരു ശബ്ദം ഉണ്ടാക്കും, എല്ലാവരും എൻ്റെ ചിറകിൻ്റെ കീഴേ വന്നോണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചോണം. അതുപോലെ തന്നെ പരുന്ത് മേളിൽ കൂടെ വന്നു, കോഴി ശബ്ദം ഉണ്ടാക്കി, കുട്ടികളെല്ലാവരും വന്ന് ഇതിൻ്റെ കീഴേ കയറി. പക്ഷെ ഈ പരുന്തും മുട്ട തിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്കൊരു കുസൃതി കൂടുതൽ. ഈ പരുന്തിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കണമെന്ന് അവർക്കൊന്ന് അറിയണം. അവർ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ ഇടയിൽ കൂടെ തലയിട്ട് നോക്കിയപ്പോൾ മേളിൽ നിന്നൊരു ജീവി പറക്കുന്നത് കണ്ടു. അതിൻ്റെ പറക്കുക കണ്ടപ്പോൾ ഇതിനങ്ങ് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം ഈ കോഴി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ പരുന്തും കുഞ്ഞ് പറന്നില്ല. അത് വെളിയിൽ ഇറങ്ങി നിന്ന് ഈ മേളി പറക്കുന്ന പുള്ളി എങ്ങനെയാ പറക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. ശകലം കഴിഞ്ഞപ്പോൾ അതൊന്ന് ചിറകടിച്ചു. 3-4 ദിവസത്തെ ചിറകടി. ആ ചിറകടിക്കുന്നതിനിടയ്ക്കെല്ലാം തള്ളക്കോഴി കൊത്തുന്നുണ്ട്. കേരട ചിറകിൻ്റെ കീഴിൽ, കേരട ചിറകിൻ്റെ കീഴിൽ. പക്ഷെ അടുത്ത പ്രാവശ്യം പരുന്ത് വരികയും ഇപ്പുറത്തൂടെ പരുന്തും കുഞ്ഞ് പറന്നു കളന്നു. കാര്യം ജനനാൽ കോഴിയുടെ കീഴിലായിപ്പോയെങ്കിലും ആള് കോഴിക്കുഞ്ഞല്ല, ആള് പരുന്തും കുഞ്ഞാ. ബേഥേലിന് ദൂത് കേട്ടാൽ മനസ്സിലാകും ഞങ്ങളുടെ അകത്ത് വീണിരിക്കുന്ന വിത്ത് വേറൊന്നാകയാൽ സാധാരണ കോഴി പോകുന്ന പോലെ പോകാറില്ല. ദൂതന്റെ മുമ്പിൽ നമ്മൾ പ്രതികരിക്കുന്നവരാണ്. ഞാൻ
കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എനിക്ക് അയച്ച ഒരു മെസ്സേജിനകത്ത്, ഒരു പക്ഷേ പാസ്റ്റർ പോൾ തെങ്കെ അയച്ച മെസ്സേജ് ആയിരിക്കാം, അസംബ്ലീസ് ഓഫ് ഗോഡ് സോഴ്സിൽ നിന്ന് വന്ന ഒരു മെസ്സേജിനകത്ത് 1-2 ലൈനുകൾ ഇങ്ങനെ വന്നു: നിങ്ങളുടെ അഭിഷേകം മോശയുടെ അഭിഷേകമാണെങ്കിൽ നിങ്ങൾ ഫറവോനോട് എതിർത്തേ മതിയാകൂ. നിങ്ങളുടെ അഭിഷേകം മോശയുടെ അഭിഷേകമാണെങ്കിൽ ഫറവോന്റെ മന്ത്രവാദികളുമായി നിങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല. സോഷ്യൽ മീഡിയക്കാരൻ്റെ അനോയിൻറ്റിംഗ് ആണ് കിട്ടിയതെങ്കിൽ ആത്മീയ ശുശ്രൂഷയോട് എതിർത്തിരിക്കും. ഫറവോന്റെ മന്ത്രവാദിക്ക് കൂട്ടുനിന്നുകൊണ്ട് മോശയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ അഭിഷേകം മോശയുടേതാണെങ്കിൽ, അഭിഷേകം അഹരോൻ്റേതാണെങ്കിൽ, അഭിഷേകം യഹൂദ നേതാക്കന്മാരുടേതാണെങ്കിൽ ഫറവോനോട് എതിർത്ത് നിൽക്കും, അവൻ്റെ മന്ത്രവാദികളോടും എതിർത്ത് നിൽക്കും. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞാൻ കേൾക്കുന്ന ദൂതുകൾ എന്നെ ദൈവസന്നിധിയിൽ ഉയർത്താനുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ ഈ ദൂത് കേട്ടാൽ പറക്കും, എഴുതി വച്ചിരിക്കുന്നത് കണ്ടാൽ ഓട്ടാളന്മാരാകയാൽ ഓടും. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട ഞാൻ അവനെപ്പോലെ പറന്നു വരുവാൻ ശ്രമിക്കും. ഇനിയും നമുക്ക് വിപരീതമായി സ്പിരിച്വൽ ഡ്രൈനസ് ഉണ്ടാകുന്ന, സാഹചര്യങ്ങൾ താണുപോകുന്ന ചില അവസ്ഥകൾ തൊടുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഒന്ന്, ജഡ്ജസിന്റെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിച്ചു. ജഡ്ജസ് 1:2. എന്റെ ദാസനായ മോശ മരിച്ചു, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോട്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും. ജോഷുവ 1:2. എന്റെ ദാസനായ മോശ മരിച്ചു, ജോഷുവ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവി. മതി. ഞാൻ ശക്തമായി ഉപയോഗിച്ച അതിശക്തിയുള്ള അഭിഷേകമുണ്ടായിരുന്ന മോശ മരിച്ചു. തൻ്റെ വടിയൊന്ന് ചൂണ്ടിയാൽ സൂര്യനെ ഇരുട്ടിക്കളയുന്ന, തൻ്റെ വടിയൊന്ന് ചൂണ്ടിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, തൻ്റെ വടിയൊന്ന് നീട്ടിയാൽ ചെങ്കടലിനെ പിളർക്കുന്ന ശക്തിയേറിയ അഭിഷേകവും വടിയുമുള്ള മോശ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിടത്തോളം ബുദ്ധിമുട്ടില്ലാതെ നടന്നു. ശക്തന്മാരായ ചില വ്യക്തികൾ ജീവിതത്തെ വിട്ടുമാറുമ്പോൾ, ജീവിതത്തെ സ്വാധീനിച്ചു വന്ന ചില സ്വാധീനമുള്ളവർ ജീവിതത്തെ വിട്ടുമാറുമ്പോൾ ഭയപ്പെടരുത് മോശേ. യോശുവ, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്റെ കൂടെയും ഇരിക്കാൻ പോകുകയാണ്. നേതൃത്വങ്ങളുടെ ചലനത്തിൽ സഭ ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കാൻ പോകുകയാണ്. മോശ പോകുന്നിടത്തൊക്കെ ഞാൻ പോയി എന്നല്ല, നീ പോകുന്നിടത്ത് ഞാൻ നിന്റെ കൂടെ വരുമെന്ന. നീ പോകുന്നതിൻ്റെ സ്വാധീനതയിലാകണം, നീ പോകുന്നതിൻ്റെ പ്രമാണത്തിലായിരിക്കണം. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന പലരുമുണ്ട്. സഭയുടെ കഴിഞ്ഞ 10-40 വർഷത്തെ ചരിത്രം ബഥേലിനെ കുറിച്ച് ഞാൻ കണ്ടതാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിലുള്ള വളരുന്ന സഭകളുടെയും ചെറുതല്ലാത്ത സഭകളുടെയും വളർച്ചയും തകർച്ചയും മുന്നോട്ടുള്ള പോക്കും എല്ലാം ഞാൻ കണ്ടതാണ്. ചിലർ കൂടി വരുന്നത് ഒരു ഉദ്ദേശത്തിനാണ്, ഒരാവശ്യത്തിന് വേണ്ടി വരുന്നവരുണ്ട്. സം കം ഫോർ എ റീസൺ. വേറെ ചിലർ വരുന്നത് ഒരു സീസണിലേക്കാണ്, അവരുടെ ഒരു കാലഘട്ടത്തെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇവരെല്ലാവരും മാറിപ്പോകും. എന്നാൽ മോശെ ജനം മാറുന്നത് കണ്ടാൽ, യോശുവ ജനം മാറുന്നത് കണ്ടാൽ നീ മാറരുത്, മാറാത്തവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ട്. 2007, 2008 ഏതാണ്ട് 3000-ഓളം ആളുകൾ ദിവസങ്ങൾ കൊണ്ട് സഭ വിട്ടു പോകുന്നത് ഞാൻ കണ്ടതാ. ഏറെക്കുറെ ചഞ്ചലപ്പെടാവുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു വർഷം 3000-ഓളം പേർ സഭ വിട്ടുപോയെങ്കിൽ വേറൊരു 4000-ഓളം പേരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സം കം ഫോർ എ റീസൺ. ഒരാവശ്യത്തിന് വേണ്ടിയാണ് ചിലർ വരുന്നത്. അവരുടെ ആവശ്യം നടന്നു കഴിയുമ്പോൾ അവർ മാറും.
സം കം ഫോർ എ സീസൺ. ഒരു സീസണിലേക്കാ വേറെ ചിലർ വരുന്നത്. ആ സീസൺ കഴിയുമ്പോൾ അവർ പോകും. അന്നങ്ങനെ ആളുകൾ കൂട്ടമായി പോയപ്പോൾ യശന്തകുമാരൻ എന്ന കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. അവിശ്വസ്തന്മാർ വിട്ടുപോകുമ്പോൾ വിശ്വസ്തന്മാരെ ഞാൻ കൊണ്ടുവരും. നിന്റെ വിളിയുടെ ലെവലിൽ വരാത്തവർ നിന്നെ വിട്ടുപോകുമ്പോൾ നിന്റെ വിളിയുടെ ലെവലിലുള്ള വേറെ ചിലതിനെ ഞാൻ കൊണ്ടുവരും. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. ഫോർ എ സീസൺ ചിലർ വിട്ടുപോകുമ്പോൾ ഡു നോട്ട് ബി അഷെയിംഡ്. നിന്റെ ബന്ധനങ്ങളെ അടർത്ത് കളയുക, പൊടിയെ കുടഞ്ഞു കളയുക. നിന്റെ കൂടെ സ്ഥിരം നിൽക്കേണ്ട വേറെ ചിലതിനെ ഞാൻ നിന്റെ കൂടെ കൊണ്ടുവരും. അവർ നിന്റെ കൂടെ നടക്കും. ചേഞ്ച് ഓഫ് ഫെലോഷിപ്പ്, ചേഞ്ച് ഓഫ് ലീഡർഷിപ്പ്, ചേഞ്ച് ഓഫ് അനോയിന്റിങ് ഒരു ദൈവവചനെ പേടിപ്പിക്കത്തില്ല. കാര്യം ദൈവത്തിന്റെ സീസൺ ചേഞ്ച് ആണ്. മോശ ഉള്ളിടത്തോളം കാലം കനാനിൽ കയറത്തില്ല. മോശ ഉള്ളിടത്തോളം കാലം യോർദാന്റെ ഇപ്പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. ഒരു മോശ പോയെങ്കിൽ യോശുവ ഞാൻ നിന്നെ ബലപ്പെടുത്തും, നീ കനാനിലേക്ക് കയറും. നിന്നെ കുറിച്ചുള്ള വിളി കനാനാ, നിന്നെ കുറിച്ചുള്ള വിളി കനാനാ. നിന്നെ കുറിച്ചുള്ള പ്രൊവിഷനായിരുന്നു മരുഭൂമി. നടത്തി പരിശീലിപ്പിക്കുവാൻ, കനാനിൽ കയറാൻ കൊള്ളുകയില്ലാത്തതിനെ വഴിയിലിട്ട് തട്ടുവാൻ മരുഭൂമി കേവലം ഒരു പ്രൊവിഷനായിരുന്നു. മരുഭൂമി അന്തമല്ല, അതിനപ്പുറത്ത് ഒരു അന്തമുണ്ട്. നേതൃത്വത്തിന്റെ മാറ്റം, അസോസിയേഷൻസ് മാറിപ്പോയെന്ന് വരാം. അതിനകത്തൊരു ദൈവവേദൽ ഭയപ്പെടാനില്ല. അപ്പുറത്തേക്ക് കയറുവാൻ ദൈവം നമുക്ക് ശക്തി തരട്ടെ. 2 പ്രൊവിഷനുകൾ നിന്നുപോയെന്ന് വരാം. ഒരു കർത്താവിന്റെ ദാസന്റെ വാക്കുകളോട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ഭൂമിയിൽ ജനത്തിനു വേണ്ടി ദൈവം മന്ന കൊടുത്തു. മന്ന അല്ല ദൈവത്തിന്റെ പ്രോമിസ്. ദൈവത്തിന്റെ പ്രോമിസ് സമൃദ്ധിയാണ്, കവിഞ്ഞൊഴുകുന്ന അളവാ, വലിയതാണ് ദൈവം കരുതിയത്. മരുഭൂമി പ്രൊവിഷനാണ്. കെട്ടാത്ത വീടും വെട്ടാത്ത കൂപവും നട്ടുണ്ടാക്കാത്ത തോട്ടവും സമൃദ്ധി തരുവാനാണ് ദൈവം കൊണ്ടുവന്നത്. മരുഭൂമിയിൽ അന്നന്നത്തേക്കുള്ള മന്ന തന്നു. അതൊരു വോക്ക് ത്രൂ ആണ്, ഒരു ബ്രേക്ക് ത്രൂ ആണ് നിങ്ങളുടെ വിധി. വോക്ക് ത്രൂവിൽ ഇത് നടക്കുന്ന ജനത്തിൻ്റെ പ്രൊവിഷനുകൾ നിൽക്കുമ്പോൾ എവിടെയോ കഴുകന്റെ കൂടെ അനയ്ക്കതാണ്. ഒരാൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ദ സോഴ്സ് ഈസ് ഗോഡ് ബട്ട് റിസോഴ്സ് ഈസ് മൈ ജോബ്. ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എൻ്റെ റിസോഴ്സാണ്, എന്നാൽ എൻ്റെ യഥാർത്ഥ സോഴ്സ് ദൈവമാകയാൽ ഇന്നത്തെ ജോലി പോയാൽ അതിൻ്റെ കൂട് പൊളിഞ്ഞതാണ്. ചിറകടിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ താൽക്കാലിക ജോലികൾക്ക് ഭേദം വരുമ്പോൾ, എൻ്റെ റിസോഴ്സുകൾ മാറുമ്പോൾ, എൻ്റെ ചിറക് ഉയർത്തി അടിച്ചാൽ ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുകയാണ്. അനേകർക്കും കൂടെ ശമ്പളം കൊടുക്കുമാറ് എന്നെ ചില വലിയത് ഏൽപ്പിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുന്ന ഒരു കടത്തുപാലമാണിത്. ഞാൻ ഇതുവഴി അക്കരെ കടക്കാൻ പോകുകയാണ്. സിയോൻ പുത്രി, നിന്റെ പൊടി കുടഞ്ഞു കളയുക, എഴുന്നേൽക്ക്. യഹോവയ്ക്ക് ഒരു അരുളപ്പാടുണ്ട്. അങ്ങയെ ഒന്ന് വളർത്തിയെടുക്കുവാൻ ഇന്നെൻ്റെ ദൈവത്തിനുണ്ട്. സീസൺ ചേഞ്ച് ചെയ്യുകയാണ്. 3-ാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. യോശുവ 3:5-6 വാക്യങ്ങളിൽ പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കേണ്ടതിന് ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നാളെ ചിലത് നടക്കേണ്ടതിന് ഇന്നൊരു ശുദ്ധീകരണത്തിലേക്ക് വരിക. ഇന്നത്തെ കോൺസിക്രേഷൻ, ഇന്നത്തെ ശുദ്ധീകരണം, ഇന്നത്തെ നിർമ്മലീകരണം നാളത്തെ വിടുതലിന് കാരണമാകും. മറക്കരുത്, ഇന്ന് അരുതാത്തത് ചെയ്താൽ ആഖാനെ നാളെ നിന്റെ മേൽ നാശമായിരിക്കും വരുന്നത്. ഇന്ന് ചെയ്യേണ്ടത് ചെയ്താൽ നാളെ ഒരു വിടുതലുണ്ട്. ഇന്ന് ചെയ്യരുതാത്തത് ചെയ്താൽ നാളെ നിന്റെ മേൽ ഒരു മരണമുണ്ട്. ഇന്നത്തെ പ്രിപ്പറേഷൻ നാളത്തെ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ്. ഉപവാസ പ്രാർത്ഥന വരികയാണ്. അവധിയെടുക്കാൻ കഴിയുന്നവർ അവധിയെടുത്തോ, ഓഫ് എടുക്കാൻ കഴിയുന്നവർ ഓഫ് എടുത്തോ. ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭത്തെ ആഴ്ച മുതൽ തന്നെ ഒരു പ്രത്യേക വിടുതലായിരിക്കും, ഒരു പ്രത്യേക അനുഭവമായി മാറണം. 40 വർഷമായി 80-ലധികം ഉപവാസ പ്രാർത്ഥന 35 ആനുവൽ ഫാസ്റ്റിംഗ് ആണ് നടക്കുന്നത്. പ്രാവശ്യം നടക്കാൻ പോകുന്നത് 35-ാമത്തെ ആനുവൽ ഫാസ്റ്റിംഗ് ആണ്. ഈ 35 ആനുവൽ ഫാസ്റ്റിംഗ് പീരീഡിലായി 70 പ്രാവശ്യത്തിലുപരി ഈ സഭ ഉപവസിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഓരോ വർഷവും 2 പ്രാവശ്യം വീതമാണ് നമ്മൾ ഉപവസിക്കാൻ ഇരിക്കുന്നത്. 40 വീതം ഇരുന്ന സമയമുണ്ട്, 21 വീതം ഇരുന്ന സമയമുണ്ട്.
അതിനെ എണ്ണിയാണ് ഞാൻ 70ന്റെ കണക്കിലെത്തിയത്. 7ഉം 14ഉം ഒക്കെ എടുത്തത് ഒത്തിരിയുണ്ട്. ഉപവാസ പ്രാർത്ഥനകൾ ഓരോന്നും ഒന്നിനുമേൽ ഒന്ന് മെറ്ററായി വരുവാൻ, ഉയർന്നു വരുവാൻ കർത്താവ് നോക്കുന്നത് പദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കട്ടെ, താഴ്ത്ത നിലയിൽ നിന്ന് വീഴുന്നവനെ പോലെ അല്ല ഉയരത്തിലെ നിലയിൽ നിന്ന് വീഴുന്നവൻ. വരാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി അനുഭവിക്കുവാൻ തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങട്ടെ. ഇതിനകത്തൊരു വ്യത്യാസം കാണണം. ഭാരതത്തിന്റെ ഭാവി മാറ്റിക്കുറിക്കുവാൻ, സ്വർഗം ഒന്ന് ഇടപെടുവാൻ, ദൈവത്തെ ചലിപ്പിക്കുന്ന ഒരു ഉപവാസം ഇപ്രാവശ്യം ഇവിടെ നിന്ന് ഉയർന്നു വരേണം. അവിടം വരെ പോകണ്ട ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ അത് സംഭവിക്കണം. മഴയില്ലാതെ കഷ്ടപ്പെടുന്ന പട്ടണത്തിൽ യേശുവിന്റെ നാമത്തിൽ മഴയയക്കുവാൻ കഴിയുന്ന ദൈവം. ആഹാബേ, രഥം പൂട്ടി പൊയ്ക്കൊള്ളുക, വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ചില പ്രവാചക ശ്രേഷ്ഠന്മാർ നടുവിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതിന്, അന്തരീക്ഷത്തിന്റെ മേൽ അധികാരമുള്ള ചിലർ സഭയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതിന്, ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ചിലർ നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തു വരേണ്ടതിന് ഇന്നത്തെ തയ്യാറെടുപ്പ് നാളത്തെ റിസൾട്ടുകൾ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ശുദ്ധീകരിക്കുക. ഒരു കർത്താവിന്റെ ദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മരുഭൂമിയിൽ ഉള്ള പെർമിസീവ് വിൽ, ഭയങ്കര പ്രത്യേകതയുള്ള പദമാണ്. മരുഭൂമിയിലുള്ള പെർമിസീവ് വിൽ വാഗ്ദത്ത നാട്ടിൽ പെർമിറ്റഡ് അല്ല. അതെന്നാന്നൊന്ന് ഒന്ന് തൊടാം. ഒരിക്കല് ദൈവം 1-2 കാര്യങ്ങൾ ആളുകളോട് ആവശ്യപ്പെട്ടു. ആരോടായിരുന്നു പറഞ്ഞത്? ലോത്തിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, അങ്ങ് അകലെ ഒരു പർവ്വതമുണ്ട്, നീ ആ പർവ്വതത്തിങ്കിലേക്ക് ഓടാൻ പറഞ്ഞു. ലോത്ത് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് അവിടം വരെ ഓടുന്നത് എളുപ്പമല്ല. ഇവിടെ അടുക്കൽ സോവാർ എന്ന് പറയുന്നൊരു പട്ടണമുണ്ട്, അവിടം വരെ പോകാൻ ഒരു അനുവാദം തരണം. ശരി, നീ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു, ഇവിടത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ അങ്ങ് അകലെയുള്ള പർവ്വതമാണ്. ഇദ്ദേഹം ഡിമാൻഡ് ചെയ്തത് അതിനേക്കാൾ ചെറിയ ഒന്ന പെർമിസീവില്ല. ദൈവത്തിൻ്റെ പെർമിസീവിൽ അകപ്പെട്ടവനോട് നാളത്തെ സാഹചര്യങ്ങളിൽ ദൈവം പറഞ്ഞു, നിന്റെ 10ാം തലമുറ, ലോത്തിന്റെ കാലം മുതൽ എണ്ണിയാൽ 10ാം തലമുറ ദേവാലയത്തിൽ കടക്കരുത്, ശാപമേറ്റുവാങ്ങിയിരിക്കുന്നു. പെർമിസീവിൽ യാത്ര ചെയ്യാവുന്ന ഒരളവുണ്ട്, പെർമിസീവിൽ യാത്ര ചെയ്യാവുന്ന ഇടങ്ങളുണ്ട്. എന്നാൽ ആ പെർമിസീവ് കൊണ്ട് നിൽക്കത്തില്ല. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിലേക്ക് മാറുവാൻ ഇന്ന് തയ്യാറെടുക്കുന്നെങ്കിൽ അതാണ് ശുദ്ധീകരണം. ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. മരുഭൂമിയിൽ പല പെർമിസീവ് വില്ലുകളും നിലനിന്നിരുന്നു. ഞാൻ ഇച്ചിരി ആഴത്തിൽ പോകും. എന്നാൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിലേക്ക് മാറാതെ നിങ്ങൾക്ക് രാജ്യം കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യോശുവയുടെ പുസ്തകം 24:15 അതിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഭയങ്കര പ്രയോജനമാണ്. ആ ശുദ്ധീകരണത്തിന്റെ ചില ഭാഗങ്ങൾ ആഴത്തിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. ആരംഭവാക്യങ്ങളിൽ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ എന്ന് മാത്രം പറഞ്ഞെങ്കിൽ ആ ശുദ്ധീകരണത്തിന്റെ ചില ഗൗരവമുള്ള ഭാഗങ്ങൾ നാട് കരസ്ഥമാക്കുവാൻ കയറുമ്പോൾ യോശുവ യാത്ര പറയുമ്പോൾ യോശുവ പറയുന്നുണ്ട്. 24:1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണത്. ഇന്ന് വായിക്കുന്നില്ല. യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ, നിങ്ങൾ പാർത്തു വന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് ആഗ്രഹിക്കുന്നവർ ഒന്ന് കേട്ടു. എനിക്കൊന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ രാത്രിയിൽ ഞാൻ ആകെ ഉറങ്ങിയത് 2 മണിക്കൂറാണ്. എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടല്ല, സമയം ധാരാളം കിട്ടി. ദൈവം അനുവദിക്കാഞ്ഞതുകൊണ്ട് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ ദൈവം സാധിച്ചു. കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ രാത്രിയിൽ 2 മണിക്കൂറാണ് ഉറങ്ങിയത്. കഴിഞ്ഞ രാത്രിയിൽ 3 മണിക്കൂർ ഉറങ്ങി. ബാക്കി സമയം ദൈവസന്നിധിയിൽ സമയമെടുക്കുവാൻ ഒരളവിൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചു. പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരുപാട് ഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് നിങ്ങളുടെ സ്വന്തം സമയത്ത് യോശുവയുടെ പുസ്തകം 24:1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഇപ്പോഴല്ല. നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചു വന്ന
നദിക്കക്കരെ പാർക്കുന്ന ജാതികളുടെ ദൈവങ്ങളെ ആരാധിക്കണമെങ്കിൽ ആരാധിച്ചോളാൻ. ഇസ്രയേലിന്റെ മരുഭൂമിയിലെ ചരിത്രം മൊത്തം എടുത്താൽ അവരാരും യഹോവയെ വിട്ട് അന്യദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ, ഇസ്രയേലിന്റെ മരുഭൂമിയുടെ ചരിത്രം മൊത്തം എടുത്താൽ, വേണ്ട മിസ്രയീമിൽ ചെന്ന് താമസിച്ചത് മുതലുള്ള ചരിത്രം എടുത്താൽ, അവരെല്ലാം യഹോവയായ ദൈവത്തെ തന്നെയാണ് സേവിച്ചത്. അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് അവർ തിരിഞ്ഞിരുന്നില്ല. പിന്നെ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ കണ്ട അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾക്ക് സേവിക്കണമെങ്കിൽ സേവിച്ചോ. അവരാരും അമോര്യ ദൈവങ്ങളെ സേവിച്ചതായി കാണുന്നില്ല. പിന്നെ എന്നായി പറയുന്നത്? മിസ്രയീമിൽ താമസിച്ച കാലത്ത് കാളയെ ആരാധിക്കുന്ന ജനത്തിന്റെ നടുവിൽ ചെന്നപ്പോൾ കാളയും തെറ്റില്ലെന്നൊരു തോന്നലുണ്ടായതാ. അതാ പിന്നത്തേതിൽ കാളയെ അവർ ഉണ്ടാക്കിയത്. മിസ്രയീമി ആഭരണങ്ങൾ കാളയുടെ ഘടകങ്ങളും ഭാഗങ്ങളുമാണ്. അത് ഞങ്ങൾക്ക് വേണമെന്നൊരു തോന്നൽ അവരുടെ അകത്തുണ്ടായതാ. നദിക്കക്കരെയുള്ള ദേവന്മാരെ അവർ അക്ഷരീകമായി സേവിച്ചിട്ടില്ല. അവരുടെ പെരുന്നാളുകളും ശബത്തുകളും ആചരിച്ചതാ. അമോര്യരുടെ ദേവന്മാരെ ഒരിക്കലും സേവിച്ചിട്ടില്ല. അവരുടെ സമ്പ്രദായങ്ങളും പെരുന്നാളുകളും പ്രമാണിച്ചതാ. അക്ഷരീകമായി വേറൊരു അന്യദൈവത്തിന്റെ മുമ്പിൽ ഒരു എബ്രായൻ മുട്ടുമടക്കിയിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ. ഞാൻ ഈ പറയുന്ന ഗൗരവമായി മനസ്സിലാക്കുക. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്ക്. ഇവരാരും അന്യദൈവങ്ങളുടെ അടുക്കൽ പോയിട്ടില്ല. എന്നാൽ അവരുടെ സമ്പ്രദായങ്ങളാൽ അവർ തങ്ങളെ തന്നെ വഷളാക്കി. ഈ നാട്ടിൽ പാർക്കുമ്പോൾ നാട്ടുകാരെ പോലെ വേണ്ടേ? ഈ നാട്ടിൽ താമസിക്കുമ്പോൾ നാട്ടുകാരെ പോലെ ഡ്രസ്സ് ചെയ്യണ്ടേ? കൂട്ടത്തിൽ പോകുന്ന കൂട്ടുകാരെ പോലെ വസ്ത്രധാരണം വേണ്ടേ? ഇതെല്ലാം കൂടെ കണ്ടേച്ചാണ് യോശുവ പറഞ്ഞത്, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് തീരുമാനിക്ക്. എബ്രായന്റെ ദൈവത്തെ സേവിക്കുമെങ്കിൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങളുടെ സമ്പ്രദായങ്ങൾ തീരുമാനിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യഹോവ നാളെ ദേശത്തെ അത് ചെയ്യാൻ പോകുകയാ. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഇച്ചിരൂടെ കഴിയുമ്പോൾ അതിനകത്ത് ഒന്നുകൂടെ വരാം. ഈ ദൈവത്തെ തന്നെ സേവിക്കാൻ തീരുമാനിച്ചാൽ അവനവന്റെ വാഗ്ദത്തത്തിന് വേണ്ടി അവനവൻ പോരാടണം. വാഗ്ദത്തം ഒരിക്കലും സ്വന്തം വന്നു കയറത്തില്ല. വാഗ്ദത്തം യുദ്ധം ചെയ്ത് പിടിച്ചേ പറ്റൂ. അബ്രഹാമിനോട് പറഞ്ഞ്, ഹിത്യർ, ഹിവ്യർ, യമോര്യർ, യെബൂസ്യർ എന്നിവർ പാർക്കുന്ന ദേശത്തെ ഞാൻ നിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി തരികയാ. യോശുവയോട് പറഞ്ഞു, യോശുവ, ഞാൻ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞ ദേശം, ഞാൻ മോശയോട് വാക്ക് പറഞ്ഞ ദേശം കൈവശപ്പെടുത്തുവാൻ യുദ്ധം ചെയ്തേ മതിയാകെ ഉള്ളൂ. മോശ കൂടെ ഉള്ളപ്പോൾ പറഞ്ഞു, യോശുവ, ഞാൻ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറാൻ പോകുകയാണ്. ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ എൻ്റെ വടിയും പിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അന്യശക്തികളെ ഞാൻ അവിടെ ശാസിക്കും. അന്യശക്തികൾ ശാസിക്കപ്പെടുമ്പോൾ നീ ഇറങ്ങി ദേശം പിടിച്ചെടുത്തോണം. നീ സൈന്യവുമായി പുറപ്പെടുക. എനിക്ക് സൈന്യമില്ല, ഞാൻ സൈന്യത്തെ കൊണ്ട് കയറത്തില്ല. എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഇതിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ, ഞാൻ പിടിച്ചിരിക്കുന്ന കമ്പിൽ ദൈവശക്തി എൻ്റെ കൂടെ വ്യാപരിക്കും. അതുകൊണ്ട് ഞാൻ മേലോട്ട് കയറുകയാണ്. അഹരോനും ഹൂരും എൻ്റെ കൈ താങ്ങുവാൻ എൻ്റെ കൂടെ വന്നാൽ മതി. സൈന്യബലമല്ല എനിക്കുള്ളത്, എനിക്ക് ദൂതന്മാരുടെ ശേഷിയുണ്ട്. ഇന്ന് പകൽ സഭയുടെ അധികാരത്തിൽ ദൈവകൃപയുടെ അകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തിനും സഭയ്ക്കും വിരോധമായി വ്യാപരിക്കുന്ന ശക്തികൾ കീഴടങ്ങി മാറട്ടെ, കീഴടങ്ങി മാറട്ടെ. ഞാൻ കൈ ഉയർത്തി നിൽക്കുകയാണ്. ഈ ഉപവാസത്തിൽ ബേഥേൽ കൈ ഉയർത്തും. അഹരോനും ഹൂരുമല്ല, അനേക ശുശ്രൂഷകന്മാർ സഭയുടെ കൈ താങ്ങി നിർത്തും, സഭയെ താങ്ങി നിർത്തും. യോശുവ, നീ പടജ്ജനത്തെ ഒരുമിച്ച് കൂട്ട്. ഡബിൾ ആംഗിൾ വാർ. ഇതിലെന്തോ പറയുന്നത് എനിക്ക് തന്നെ ഉറപ്പില്ല. ഏതൊക്കെയോ ദൈവിക ആഴങ്ങളിൽ ഞാൻ ഇറങ്ങുന്നുണ്ട്. എനിക്കിതിനകത്തെ ആത്മീക ഭാഗം നന്നായി അറിയാം. ഇതിനകത്തെ ഭൗതിക ഭാഗം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇതിനകത്തൊരു ഭൗതിക ഭാഗമുണ്ട്. ചിലതെല്ലാം അക്ഷരത്തിൽ ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഭൗതിക ശക്തിയുള്ള ഒരു യോശുവയുടെ സമൂഹം എഴുന്നേൽക്കട്ടെ, ദേശം പിടിക്കേണ്ടതിന്.
മോശ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറായതുപോലെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സഭ തയ്യാറാകും. 21 ഉപവാസം വരികയാ. ഇരിക്കാൻ തയ്യാറാക്. ദേശത്ത് ദൈവം അത്ഭുതം ചെയ്യട്ടെ. വീണ് കിടക്കുന്ന ഭരണകൂടങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കട്ടെ. എന്നൊരു പ്രോഫറ്റിക്കൽ ആക്ട് ആണ് ഇവിടെ ചെയ്യുന്നത്. വീണ് കിടക്കുന്ന ഭരണകൂടങ്ങൾ ദൈവിക ക്രിയകൾ ചെയ്യുവാൻ എഴുന്നേറ്റ് നിൽക്കട്ടെ. തകർന്നു കിടക്കുന്ന വെള്ളത്തിന്റെ പൊസിഷൻ, ജനത്തിന് ആവശ്യത്തിന് വെള്ളം ലഭിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കട്ടെ. തകർന്നു പോയ വാട്ടർ സപ്ലൈ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരാം. ദേശത്ത് വെള്ളം ലഭിക്കുവാൻ. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ നടക്കേണ്ട ചിലത് ആത്മമണ്ഡലത്തിൽ നടക്കുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ആത്മമണ്ഡലം തുറക്കാം. ആത്മമണ്ഡലം തുറക്കട്ടെ. ആത്മമണ്ഡലം തുറക്കട്ടെ. അതോടൊപ്പം ഭൗതിക മണ്ഡലങ്ങൾ തുറക്കട്ടെ. യോശുവ, ഞാൻ പർവ്വതത്തിന് മേളിലോട്ട് കയറാൻ പോകുകയാ. നീ പർവ്വതത്തെ വരണ്ട യോശുവ. താഴ്വരയിൽ നിന്നെ ആവശ്യമുണ്ട്. ആത്മീയ നിലവാരം കുറഞ്ഞതുകൊണ്ടല്ല, വിളിയുടെ വ്യത്യാസമാ. ഇന്ന് പകൽ വ്യത്യസ്ത വിളികളുള്ളവർക്കായി സ്തോത്രം. ഫൈറ്റ് ഫോർ യുവർ റൈറ്റ്. നിങ്ങൾക്ക് ദൈവം തരേണ്ട നന്മകൾ ലഭിക്കേണ്ടതിന് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഞാനതിൻ്റെ ചില ഭാഗങ്ങളും കൂടെ തൊടാം. എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 40 വർഷമായി ഞാൻ എടുത്ത ഒരൊറ്റ മെസ്സേജ് പോലും ഇന്നുവരെയും ചർച്ച തീർന്നിട്ടില്ല. 40 വർഷമായി എടുത്ത മെസ്സേജിൽ ഒരെണ്ണം ഇന്ന് വരെ ചർച്ചിൽ തീർന്നിട്ടില്ല. ഇതും ദൈവം അനുവദിക്കുമ്പോൾ തീരട്ടെ. അതുവരെ മുന്നോട്ട് പോകട്ടെ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ, 31-ന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാൽ 2 മുതൽ 4 വരെ, യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയേറെ അത് തൻ്റെ നേരെ മുമ്പിരുന്നത് പോലെ അല്ലെന്ന് കണ്ടു. യാക്കോബിനെ ദൈവം കൊണ്ടുവരിക, കൂടെ ഇളക്കുകയാണ്, പറപ്പിക്കാൻ തുടങ്ങുകയാണ്. തൽക്കാലത്തേക്ക് വസ്തുവകകളാകുന്നത് വരെ, പുത്രീപുത്ര സമ്പത്ത് വർദ്ധിക്കുന്നത് വരെ, ദാസീദാസന്മാരുടെ എണ്ണം ക്രമപ്പെടുന്നത് വരെ തൽക്കാലത്തേക്കൊരു കംഫർട്ട് കൊടുത്തതായിരുന്നു ലാബാന്റെ വീട്. ലാബാൻ ചിറകടിച്ചു, അല്ലെങ്കിൽ ദൈവം ചിറകടിച്ചു. ലാബാന്റെ കൂടാരത്തിൽ ഉണ്ടായിരുന്ന സുഖസൗകര്യങ്ങൾ മാറി, ലാബാന്റെ മുഖഭാവം മാറി. 31-ന്റെ 10 പറഞ്ഞു, ആടുകൾ ചനയേൽക്കുന്ന സമയം പുള്ളിയും മറുകുമുള്ളത് കുട്ടികളായിരിക്കുമെന്ന സൂചന പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. ദൈവം എന്നെ കാണിക്കാത്ത ഒരു കാര്യത്തിനും ഞാൻ കൈവച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കരുണയാൽ ഇന്ന് പകൽ MA വർഗീസിനും അത് ശക്തിയോടെ പറയാൻ കഴിയും. 40 വർഷം ഈ സഭയോടുകൂടെ ആയിരുന്നതിൽ ദൈവം പറയാത്തതൊന്നും ചെയ്യാതെ ഇന്ന് വരെ സൂക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബ് പറഞ്ഞ ആടുകൾക്ക് വെള്ളം കൊടുത്തത്, ആടുകളെ കൊണ്ട് നടന്നത് എല്ലാം ദൈവാലോചനയുടെ പുറത്തായിരുന്നു. ഞാനത് അങ്ങനെ തന്നെ ചെയ്തു. എല്ലാമായി ഒടുവിൽ ഇവനുമായി വേർതിരിഞ്ഞു. തൻ്റെ അമ്മയ്യപ്പനുമായ ലാബാനുമായി വേർതിരിഞ്ഞു. അമ്മയ്യപ്പൻ പുറകെ കൂടി മിസ്പയിൽ വെച്ച് പിടിച്ചുകൊണ്ട് പോകുമെന്ന സ്ഥിതിയായി. അന്ന് യഹോവയായ ദൈവം ഇറങ്ങി ലാബാനോട് സംസാരിച്ചു. അരബ്യനായ ലാബാനെ, നീ കിടക്കുന്ന ഇതേ മലയുടെ മറ്റേ ചരിവിൽ കിടക്കുന്നത് ആരാന്ന് നിനക്കറിയത്തില്ല. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് ഇടയ ശുശ്രൂഷ ചെയ്ത ഒരു ഇടയബാലനായി അവനെ കണക്കാക്കരുത്. അവൻ അബ്രഹാമിന്റെ കൊച്ചുമോനാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ജനറേഷണൽ ബ്ലെസ്സിങ്സിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ അപ്പൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നെങ്കിൽ എൻ്റെ മേലെ അനുഗ്രഹമുണ്ട്. എൻ്റെ ആത്മീക പിതാക്കന്മാർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നെങ്കിൽ എൻ്റെ മേലെ അനുഗ്രഹമുണ്ട്. ഇന്ന് പകൽ സഭ അനുഗ്രഹിക്കപ്പെട്ടതിനാൽ ഒരാത്മീക അനുഗ്രഹം സഭാജനത്തിൻ്റെ മേൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൈമാറുകയാണ്. അരബ്യനായ ലാബാനെ, ഈ ഗിലെയാദ് മലയുടെ മറ്റേ ചരിവിൽ കിടക്കുന്ന ആരാരുമില്ലാത്തവനെന്ന് നിനക്ക് തോന്നുന്നവനുണ്ടല്ലോ, ചോദിക്കാൻ ആളുള്ളവനാണ്. കോടി ദൂത സൈന്യം അവന് വേണ്ടി ഇറങ്ങി വരാൻ റെഡിയാ. ഞാൻ അവന് വേണ്ടി വന്നിരിക്കുക. ഗുണമെങ്കിലും ദോഷമെങ്കിലും അവനോട് പറയാതെ നിന്റെ കാര്യം പറഞ്ഞു വെച്ച് സ്ഥലം വിട്ടോണം. അവൻ പിറ്റേ ദിവസം യാക്കോബിന്റെ വീട് മുഴുവനും തപ്പി ഇറങ്ങി. അറിയാവുന്ന ചരിത്രം വിശദീകരിക്കണ്ട. തമ്മിൽ പിരിയാൻ നേരത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കൽക്കൂമ്പാരം കൂട്ടാം, ഒരു ഉടമ്പടി ഉണ്ടാക്കാം. ഒരു കൽക്കൂമ്പാരം കൂട്ടാം. ഒരു കൽക്കൂമ്പാരം കൂട്ടി.
ഒരു മിസ്പ എന്ന് അതിന് പേരിട്ടു. അവിടുന്ന് അവർ തമ്മിൽ പിരിഞ്ഞു. ഈ മല കടന്ന് ഈ കൽക്കൂമ്പാരം കഴിഞ്ഞ് നീ എൻ്റെ പുറകെ വരല്ലേ, ഈ കൽക്കൂമ്പാരം വിട്ട് ഞാൻ ഇങ്ങോട്ടും വരത്തില്ല. ഇന്ന് പകൽ ചില കൽക്കൂമ്പാരങ്ങൾ കൂട്ടി വേർപെട്ടവർക്കായി സ്തോത്രം. ചില കാവൽമാടങ്ങൾ വെച്ചവർക്കായി സ്തോത്രം. അവിടെ മുതൽ അവിടെ മുതൽ യാക്കോബിൻ്റെ ജീവിതത്തിലും ശുദ്ധീകരണം ആരംഭിക്കുക. ഒരു കുറച്ച് മുന്നോട്ട് മാറിയപ്പോൾ നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ മാറ്റിക്കളയുവാൻ യാക്കോബ് തൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും ഉത്തരവിട്ടു. അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈ അന്യദേവന്മാരെയും കാതിലെ കുണുക്കുകളെയും പറിച്ച് അതിനെ യാക്കോബിൻ്റെ അടുക്കൽ കൊടുത്തു. നദിക്കക്കരെ സേവിച്ച ദേവന്മാരുടെ അടയാളം. നദിക്കക്കരെ അവർ അക്ഷരീകമായി ഒരു അന്യദേവന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല. പക്ഷേ ചില അന്യദേവ ശാപങ്ങൾ അവരുടെ മേൽ ഉണ്ടായിരുന്നു. അത് പറിച്ചു കൊടുത്തു. അത് മുഴുവനും കൂടെ കൊണ്ടുവന്ന് ഒരു കരിവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു. ഒരു ശകലം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, കുഞ്ഞെ ഇനിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, മെസ്സേജ് ഇന്ന് തീരുകയില്ല, ഇതൊന്നുകൂടെ ആവർത്തിച്ചേ പറ്റൂ. കുഞ്ഞെ ഇനിയുണ്ട്. ഈ അന്യദേവങ്ങളെ പെറുക്കാൻ നിന്റെ വീട്ടിൽ മെനക്കെട്ട നീ ഏറ്റവും ഇഷ്ടപ്പെട്ട റാഹേലിന്റെ ദാസിയുണ്ടല്ലോ, അവളാണിത് പെറുക്കി നിന്റെ കുടുംബത്തിൽ കളങ്കം വരുത്തിയത്. ഞാൻ അവളെ തട്ടുക, അവളെ കുഴിച്ചിടടുത്ത കരിവേലകത്തിന്റെ ചുവട്ടിൽ, രണ്ടാം കരിവേലകത്തിന്റെ ചുവട്ടിൽ അവളെ കുഴിച്ചിട്ടു. ഞാൻ മടങ്ങി വരട്ടെ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യോശുവയുടെ വിളിയിലേക്ക് വരട്ടെ. ആരെ സേവിക്കുമെന്ന് തിരഞ്ഞെടുക്കുക. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എനിക്ക് തോന്നുന്നത് ഇത്രയും ക്ലാരിറ്റിയിൽ ദൈവവചനം എടുക്കുന്ന സഭകളുടെ എണ്ണം കുറവായിരിക്കാം. അതുകൊണ്ട് ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. എങ്കിലും നമ്മൾ ആഴത്തിൽ പോകും. ശുദ്ധീകരിപ്പീൻ, യഹോവയ്ക്ക് ചില വലിയത് ചെയ്യാനുണ്ട്. ഇന്ന് പകൽ യെരൂശലേം പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. നിന്റെ പൊടി കുടഞ്ഞു കളയുക. നീ പൊടിയിൽ ഇരുന്നു പോയി. നീ ചിറകടിച്ച് താഴെ വീഴത്തില്ല. നിന്റെ അമ്മ കഴുകനുണ്ടല്ലോ, നിന്റെ വീഴ്ചയേക്കാൾ ഫാസ്റ്റാ. താഴെ വന്ന് നിന്നെ പൊക്കിയെടുക്കും, നിന്നെ കൊണ്ടുപോയിക്കോളും. ഇന്ന് പകൽ അത്യുന്നതിൻ്റെ ചിറകിന്മേൽ നിങ്ങൾ വഹിക്കപ്പെടുന്നവരാകും. വീണ്ടും 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 ഈ ആശയം ദൈവം എന്നോട് ഇടപെടുന്നു. സഭായോഗത്തോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു പോകുന്നവർ, എല്ലാ ആരാധനയ്ക്കും വരുന്നവർക്കായി സ്തോത്രം, വന്ന് ആത്മാർത്ഥമായി പങ്കെടുക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളെ ഒരു കാലത്ത് ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ല. പക്ഷെ ഒക്കുന്ന ആരാധനയ്ക്ക് എങ്കിലും പോയാൽ മതി എന്ന് ചിന്തയുള്ളവരും നമ്മുടെ ഇടയിൽ കയറി. ഇടയ്ക്കിടയ്ക്ക് ആരാധനകൾക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർ ഇല്ലാതെ ഇല്ല. ഒത്താപ്പാം ഒത്തില്ലേലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഈ പകൽ സീരിയസ് ആകുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു. പൊടി കുടഞ്ഞു കളയുക, പൊടി കുടഞ്ഞു കളയുക. ഒന്ന് എഴുന്നേക്ക് സിയോനെ, നീ ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമായി. ഞാൻ നിന്റെ മേലൊരു ദൈവകൃപ പകരാൻ പോകുകയാ. ഇന്ന് പകൽ തങ്ങളുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠിക്കുന്നവർക്കായി സ്തോത്രം. എൻ്റെ ബൈബിൾ വായനയും പ്രാർത്ഥനാ ജീവിതവും കുറഞ്ഞുപോയി എന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോൾ ഒരു ദിവസം ഞാൻ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ, കർത്താവേ, എനിക്ക് ദൈവത്തോടുള്ള പാഷൻ കുറഞ്ഞു പോകുന്നതായി എനിക്ക് തന്നെ മനസ്സിലാകുന്നു. എൻ്റെ സെൽഫ് അസസ്മെൻ്റ് അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് കൃപ മടക്കി തരണം. ആ കൃപ മടക്കി ലഭിച്ചത് കൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം താണു പോകുന്നുവെന്ന് തോന്നുന്നവർ, പൊടി പിടിച്ചു പോകുന്നുവെന്ന് തോന്നുന്നവർ, തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൂട്ടത്തിൽ നടക്കാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനയും ഉണ്ട് എന്ന് മറക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സൗണ്ട് ബൂത്ത് എനിക്ക് തോന്നുന്നത് പഴയ ഇടത്തുനിന്ന് പുതിയ ഇടത്തോട്ട് മാറി. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയിൽ എനിക്കൊന്നും കാണത്തില്ല. എല്ലാത്തിനായും സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ ദൈവസ്ഥലത്തിൽ പ്രതിഷ്ഠിക്കാം. കർത്താവെ, എഴുന്നേറ്റ് നിൽക്കുന്ന ഞങ്ങളുടെ തീരുമാനത്തെ അങ്ങ് മാനിക്കണമേ. ഞങ്ങൾക്ക് ദൈവത്തോടുള്ള പാഷൻ കുറഞ്ഞു പോകാതെ ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചു വരുവാൻ ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണേ. ഞങ്ങളുടെ പൊടി കുടയുന്നു കർത്താവേ. ഞങ്ങളുടെ പൊടി കുടയുന്നു കർത്താവേ. ഞങ്ങളുടെ ബന്ധനങ്ങളെ പൊട്ടിക്കുന്നു കർത്താവേ. ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ ഏൽപ്പിക്കുന്നു കർത്താവേ. മഴയെ പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു, ആകാശം തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആകാശം തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപ പകരണമേ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വല്ലാത്ത പ്രതിസന്ധിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൂതനതിൻ്റെ നടുവിൽ ഇറങ്ങിയേ മതിയാകൂ. ഈ രാജ്യം ഭരിക്കുന്ന ശക്തികൾ, ഈ രാജ്യത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ പൊട്ടി തകരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്യായ ശക്തികളുടെ കെട്ടുകൾ
യേശുവിന്റെ നാമത്തിൽ പൊട്ടുവാൻ ഇന്ന് ഞങ്ങൾ കൽപ്പിക്കുകയാണ്. അത് സംഭവിക്കട്ടെ. അവയെ മോശ ചെയ്തതിനു മുമ്പിലേക്ക് പോവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങ് എടുക്കണം. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ദയവായിട്ടിരുന്നാലും കവയെ ഞങ്ങളുടെ സൗണ്ട് ബൂത്തിനായി സ്തോത്രം. യോഗ്യമായി ഫങ്ഷൻ ചെയ്യുവാൻ കർത്താവ് അതിനെ സഹായിക്കണമേ. അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ദൈവകൃപ അവരുടെ മേലിരിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരാശയം ഇതിനകത്തിരിക്കുന്നവരോടല്ല, ഞാൻ ഇൻ്റർനെറ്റിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവരോട് പറയട്ടെ. ഈ മെസ്സേജ് യൂട്യൂബിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും മലയാളം സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ദയവായി ഇത് ആവർത്തിച്ച് കേൾക്കുകയും ആ പ്രാർത്ഥനയുടെ രംഗങ്ങളിൽ അന്യായ ശക്തികളെ, ഞാൻ മനുഷ്യശക്തിയെക്കുറിച്ച് അല്ല പറയുന്നത്, പൈശാചിക ശക്തികളെക്കുറിച്ചാണ് ശാസിക്കുന്നുവെന്ന് പറയുന്നിടത്ത് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആമേൻ എന്ന് ഉറക്കെ പറയുകയും വേണമേ എന്ന് ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ മെസ്സേജ് കേൾക്കുന്നവരുണ്ട്, ഈ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്നവരുണ്ട്. ആവർത്തിച്ച് പല പ്രാവശ്യം ആ ഭാഗം പ്ലേ ചെയ്തുകൊണ്ട് ആ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ആമേൻ എന്ന് പറയുകയും വേണമേ എന്ന് ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.